ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെയാണ് പെരുവന്താനം പോലീസ് പിടികൂടിയത്. 2025 മെയ് 29 രാത്രി പെരുവന്താനം ബോയ്സ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശ്രീകോവിൽ കുത്തി തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 10,000 രൂപ വില വരുന്ന 1 ഗ്രാം സ്വർണ്ണത്താലിയും കാണിക്കവഞ്ചികൾ കുത്തി തുറന്ന് നാണയങ്ങളും നോട്ടുകളും ഉൾപ്പെടെ 40,000 രൂപയുടെ മുതലുകൾ അപഹരിച്ച കേസിലാണ് തമിഴ്നാട് ഉത്തമപാളയം സ്വദേശി ശരവണ പാണ്ഡ്യൻ എന്നറിയപ്പെടുന്ന 39 വയസ്സുള്ള രാമകൃഷ്ണനെ പെരുവന്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ ഉത്തമപാളയത്തിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ 2009 കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതിന് മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാലാ, പൊൻകുന്നം പോലീസ് സ്റ്റേഷനുകളിലും 14 കേസുകൾ നിലവിലുണ്ട്. 2019 പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്ഷേത്ര മോഷണം നടത്തിയ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ്. തമിഴ്നാട് തഞ്ചാവൂർ, തേനി ജില്ലകളായി 13 മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ്. 2025 മെയ് മാസം ഇടുക്കി ജില്ലയിലെ പാമ്പനാർ, കോട്ടയം ജില്ലയിലെ രാമപുരം, ജൂൺ മാസം എരുമേലി, മുക്കൂട്ടുതറ, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ട്. പെരുവന്താനം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ത്രിദീപ് ചന്ദ്രൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെയായിരുന്നു ഇയാളുടെ മോഷണം. ഇതിൻ്റെ തുമ്പ് തേടി പെരുവന്താനം പോലീസ് നടത്തിയ ശ്രമകരമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാൾ പിടിയിലാകുന്നത്. മോഷണപ്രതിയെ അന്വേഷിച്ച് ഉത്തമപാളയത്തിൽ എത്തിയപ്പോൾ അന്തർ സംസ്ഥാന മോഷ്ടാവിനെ മാത്രമല്ല പോലീസിനെ കണ്ടെത്താനായത്. അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന വേഷമാണ് അയാൾ അവിടെ ഉപയോഗിച്ചിരുന്നത്. കേരളത്തിൽ മോഷ്ടാവും തമിഴ്നാട്ടിൽ പ്രോസിക്യൂട്ടറുമായാണ് ഇയാൾ വിലസിയിരുന്നത്. ബോയ്സ് CI ത്രിദീപ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ SI MR സതീഷ്, ASI സുബൈർ, CPOമാരായ സുമേഷ് S നായർ, തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. കഴിഞ്ഞ മെയ് മാസം 29 തീയതി പെരുവന്താനം ബോയ്സ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നിരുന്നു. 5 ഭണ്ഡാരങ്ങളും അവിടുത്തെ വിഗ്രഹത്തിൽ ചേർത്തിരുന്ന താലി ഉൾപ്പെടെ 40,000 രൂപയുടെ മുതലുകൾ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ നമുക്ക് അതിന് ഒരാഴ്ച മുമ്പ് കോട്ടയം ജില്ലയിലെ രാമപുരത്തും സമാനമായ ഒരു മോഷണം നടന്നതായിട്ടും, 2-ാം തീയതി ജൂൺ 2-ാം തീയതി എരുമേലി മുക്കൂട്ടുതറയിൽ ഒരു ക്ഷേത്രത്തിൽ മോഷണം നടന്നതായിട്ട് മനസ്സിലായി. കൂടാതെ 7-ാം തീയതി ഈരാറ്റുപേട്ട ഉള്ളൊരു ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. അപ്പോൾ ഈ മോഷണത്തിൻ്റെ പാറ്റേണിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് സംശയമുള്ള ഒരാളെ കണ്ടെത്തി. അയാളെ നിരീക്ഷയിൽ അയാളാണെന്ന് മനസ്സിലായി. അയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മധുര സ്വദേശിയാണ്. അയാളെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ഉത്തമപാളയം ND നഗർ എന്ന സ്ഥലത്താണ്. ഇയാൾ 2009 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പാല, പൊൻകുന്നം, മുണ്ടക്കയം സ്റ്റേഷനുകളായിട്ട് ഏകദേശം 14 കേസ് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്താൻ പ്രതിയായിട്ടുണ്ട്. അതിലയാൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. 2019 പൊൻകുന്നത്ത് ഒരു ക്ഷേത്ര മോഷണം നടത്തിയതിലും ശിക്ഷ കിട്ടിയ പ്രതിയാണ്. അതിനുശേഷം തഞ്ചാവൂർ, തേനി, തമിഴ്നാട്ടിൽ ഈ ജില്ലകളിലായിട്ട് 11 കേസുകളുണ്ട്. തേനി ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനൊരു കേസായിട്ട് നിലവിലുണ്ട്. ഇയാൾ മോഷണ രീതി എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ആണ് വരുന്നത്, ഫോൺ ഉപയോഗിക്കാറില്ല. മഴ തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഇയാൾ മോഷണം ആരംഭിച്ചത്. പ്രതിയെ ഇന്ന് കോടതി ഹാജരാക്കുന്നത്.